നോൺ ആർട്ടിസ്റ്റ് ആണ്, കുറെ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രി ചെയ്യുന്നത്. ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന പുള്ളി ഇങ്ങനെ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, അല്ല ഇവിടെ ഇങ്ങനെ പറയണം. ഞാൻ പിന്നെ നിന്ന് പറഞ്ഞാൽ മതി. അല്ല അപ്പൊ എനിക്കൊന്നും ചെയ്യാനില്ല, അപ്പൊ ഞാൻ പുള്ളി എന്താ അങ്ങനെ ചിന്തിക്കുന്നേ? നമ്മളിപ്പോ ഞാനിവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോ എന്റെ കൈ ഇങ്ങനെ എടുത്ത് ഇങ്ങനെയൊക്കെ പോവായിരിക്കും. അതങ്ങ് ബിഹേവ് ചെയ്തങ്ങ് പോയാൽ മതി. പക്ഷെ കൺസേൺഡ് ആവുകയാണ്, ഞാൻ എന്റെ കൈ ഇങ്ങനെ വെക്കണോ ഇങ്ങനെയാണോ. അപ്പൊ ആ ആക്ടർ എന്നോട് ഇങ്ങനെ അതെന്താ അങ്ങനെ ചോദിച്ചത്? ഇത്രയും അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള പുള്ളിക്ക് അത് പറ്റുന്നില്ല. ഈസ് നോട്ട് യൂസ്ഡ് അങ്ങനത്തെ ഇതില്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒരു കണ്ണാടി എടുത്തിട്ട് അതിന്റെ ഇടയ്ക്ക് ആ കണ്ണാടി എടുക്കുന്ന തിരുമോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടു എന്ന് പറഞ്ഞു. കാരണം അയാൾക്കത് ആവശ്യമാണ് ഇത് ചെയ്യാനായിട്ട്. ഇപ്പൊ ലാൽ സാറിന്റെ ഒക്കെ അടുത്ത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ സംസാരിക്കുമ്പോൾ ആ കയ്യും അതിന്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ പോയി. അതിനകത്ത് ഉഗ്രനൊരു പാർട്ടിയാണ് നമ്മുടെ കമൽ സാറ്. പുള്ളി ഒരു ആക്ടിവിറ്റി ഉണ്ടാക്കിക്കൊണ്ട് വരും. പുള്ളി അതിന് ചന്തി ചോദിക്കും. അപ്പം അങ്ങനെ പുള്ളി അതിനെ നാച്ചുറൽ ആക്കി അതങ്ങ് കൊണ്ടുപോവാണ്. അപ്പൊ ഞാനെപ്പോഴും പുതിയ ഒരാൾ അഭിനയിക്കാൻ വന്നിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അടിമുടി ഒന്ന് നോക്കും, എന്തൊക്കെ ജസ്റ്റേഴ്സ് പുള്ളിക്കുള്ളത്. എന്നിട്ട് നമ്മൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് സീൻ പറയുമ്പോൾ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോ ഈ ജസ്റ്റേഴ്സ് മുഴുവൻ പോയി. പിന്നെ പുള്ളി ആ ക്യാരക്ടറിന് വേണ്ടി മസിൽ പിടിച്ചിരിക്കുക. അപ്പൊ ഞാൻ 1-2 തവണ പറഞ്ഞു കൊടുത്തു, അങ്ങനെ ചെയ്യല്ലേ. നിങ്ങൾ പറയുമ്പോ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യല്ലെന്ന് പറയുമ്പോ എന്റെ കൈ ഇങ്ങനെയായി. അത് അങ്ങനെ വന്നോട്ടെ, അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറയാം, നിങ്ങൾ അങ്ങ് ഫ്രീ ആക്കി വിട് എന്ന് പറഞ്ഞ് അങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം പറഞ്ഞാലും നമുക്ക് ഇവിടെ നിന്ന് പറയാൻ എളുപ്പം. അപ്പുറത്ത് വന്ന് ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുടെ പ്രശ്നം. ഞാനതാ പറയാൻ വന്നത്, ഇത് ഈ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത ഈ 2 കൈയാണ്. ഇത് എന്ത് ചെയ്യും, എവിടെ വെക്കും എന്നുള്ളത് ചിന്തിക്കാൻ പോയാൽ തീർന്നു. പിന്നെ കോൺഷ്യസ് ആണ് നമ്മൾ. ഫുൾ മറ്റേ മസിൽ പിടിച്ച് നിക്കണം. ഇത് പോക്കറ്റ്, അതാണ് ഈ പോക്കറ്റിൽ ഇടുന്നത്, കൈ കെട്ടി നിൽക്കുന്നത്, ബാക്കി കെട്ടുന്നത്. ഇത് 3 ബാൻ ചെയ്ത് കളയണം. അതുകൊണ്ടാണ്